വഖഫ് ബില്ലിന് അംഗീകാരം നൽകി JPC 14 ഭേദഗതികൾ അംഗീകരിച്ചു. PR സുനിൽ വിവരങ്ങളുമായി. സുനിൽ, ഇപ്പോൾ 14 ഭേദഗതികൾ അംഗീകരിച്ചുകൊണ്ട് വഖഫ് ബില്ലിന് അംഗീകാരം ലഭിച്ചിരിക്കുകയാണ് JPCയുടെ. എന്താണ് വിശദാംശങ്ങൾ? ബില്ല് ചർച്ച ചെയ്യാൻ ചേർന്ന JPCയുടെ അവസാന യോഗമായിരുന്നു ഇന്നത്തെ യോഗത്തിൽ വഖഫ് ബില്ലിന് JPC ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ അംഗീകാരം നൽകിയിരിക്കുകയാണ്. ഏതായാലും പ്രതിപക്ഷ പാർട്ടികൾ കൊണ്ടുവന്ന എല്ലാ ഭേദഗതി നിർദ്ദേശങ്ങളും തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ JPCയിൽ വഖഫ് ബോർഡിന് അംഗീകാരം നൽകിയിരിക്കുന്നത്. BJP അംഗങ്ങൾ, ഭരണപക്ഷ അംഗങ്ങൾ കൊണ്ടുവന്ന 14 ഭേദഗതികൾ അതേസമയം അംഗീകരിക്കുകയും ചെയ്തു. അങ്ങനെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് സർക്കാരിനെ അനുകൂലിക്കുന്ന NDAയിലെ കക്ഷികളായ അംഗങ്ങൾ മുന്നോട്ട് വെച്ച ഭേദഗതികൾ മാത്രം അംഗീകരിക്കുകയും പ്രതിപക്ഷം മുന്നോട്ട് വെച്ച ഭേദഗതികളെല്ലാം തള്ളുകയും ചെയ്ത ശേഷം ഇപ്പോൾ വഖഫ് ബില്ലിന് സംയുക്ത പാർലമെന്ററി സമിതി അംഗീകാരം നൽകിയിരിക്കുകയാണ്. ഇനി സംയുക്ത പാർലമെന്ററി സമിതിയുടെ റിപ്പോർട്ട് വരുന്ന പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ തന്നെ JPC ചെയർമാൻ ജഗദാംബിക പാൽ സമർപ്പിക്കും. ഏതായാലും പ്രതിപക്ഷത്തിന്റെ എല്ലാ ആവശ്യങ്ങളും തള്ളിക്കൊണ്ടുള്ള ഈ നീക്കത്തിനെതിരെ വലിയ പ്രതിഷേധമായിരുന്നു ഇന്ന് JPC യോഗത്തിൽ ഉയർന്നത്. തൃണമൂൽ അംഗം കല്യാൺ ബാനർജി ഉൾപ്പെടെയുള്ളവർ എഴുന്നേറ്റ് നിന്ന് ചെയർമാൻ ജഗദാംബിക പാലിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തി. അങ്ങനെ വലിയ നാടകീയ കാഴ്ചകൾ അവസാന JPC യോഗത്തിലും ഉണ്ടായി. ഏതായാലും ഇനി പ്രതിഷേധം പാർലമെന്റിന് പുറത്തുമൊക്കെ ആവർത്തിക്കാൻ തന്നെയായിരിക്കും സാധ്യത. പാർലമെന്റിന്റെ വരുന്ന ശീതകാല സമ്മേളനത്തിൽ തന്നെ വഖഫ് ബില്ല് പാസാക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം. അതുകൊണ്ട് പാർലമെന്റിന്റെ ഇനി വരാനിരിക്കുന്ന ബജറ്റ് സമ്മേളനമാണ്. ആ ബജറ്റ് സമ്മേളനത്തിൽ തീർച്ചയായും വഖഫുമായി ബന്ധപ്പെട്ട് വലിയ പ്രക്ഷുബ്ധ കാഴ്ചകൾ തന്നെയായിരിക്കും. ദില്ലിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. തീർച്ചയായും ആ ഒരു സാഹചര്യത്തിൽ കൂടി ഈ വഖഫുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ദേശീയ തലത്തിൽ ചർച്ചയായി നിർത്താൻ കേന്ദ്ര സർക്കാരും BJPയും ശ്രമിക്കും. ഏതായാലും അതിനെ ശക്തമായി നേരിടാൻ തന്നെ പ്രതിപക്ഷ പാർട്ടികൾ തീരുമാനിച്ചിരിക്കുന്നു. ഏതായാലും ഇപ്പോൾ വഖഫ് ബില്ലിന് JPCയുടെ അംഗീകാരം വന്നിരിക്കുന്നു. ഇനി JPC റിപ്പോർട്ട് പാർലമെന്റിലെത്തും. ശരി, പ്രതിപക്ഷത്തിന്റെ എതിർപ്പുകൾ അവഗണിച്ചുകൊണ്ടാണ് വഖഫ് ഭേദഗതി ബില്ലിന് അംഗീകാരം നൽകിയിരിക്കുന്നത്. 14 ഭേദഗതികൾ അംഗീകരിച്ചുകൊണ്ടാണ് JPC തീരുമാനം വന്നിരിക്കുന്നത്.